എങ്ങോട്ടേക്ക് ചാടിയാലും അധികാരം വേണം. അത് മാത്രമാണ് മൂപ്പരുടെ കൃത്യമായ അജണ്ട. ഇന്ന് BJP സഖ്യത്തിന്റെ ഭാഗമാണെങ്കിൽ നാളെ മഹാഗഡ്ബന്ധനുമായി സഖ്യം കൂടാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. എന്നാൽ ഒരു കാര്യം തേജസ്വി യാദവ് ഉറപ്പിച്ചു പറഞ്ഞു: ഇനി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ എടുക്കില്ല. ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ഞങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങളോടൊപ്പം നിന്നതിന്റെ ഭാഗമായി ഐക്യ ജനതാദളിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ NDAയുടെ ഭാഗമായി നിന്നപ്പോഴൊക്കെ NDAയിൽ JDUവിന് കാര്യമായ സ്ഥാനം കിട്ടുന്നില്ല, ഐക്യ ജനതാദളിനെ പിളർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിതീഷ് കുമാർ എപ്പോഴും അലമുറയിടുമായിരുന്നു. അത് അദ്ദേഹം ഒന്ന് മനസ്സിലോർത്താൽ നല്ലത് എന്നായിരുന്നു നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ചിന്തകളെ പറ്റി തേജസ്വി യാദവ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി എഫക്റ്റ് ബീഹാറിൽ ഉടലെടുത്തിരിക്കുന്നു എന്നും RJDക്കും കോൺഗ്രസിനും സംയുക്തമായി 30-ൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നും പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് തേജസ്വി യാദവ്. ലാലു പ്രസാദ് യാദവിന്റെ ശക്തമായ ക്യാമ്പയിൻ എല്ലായിടത്തുമുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അദ്ദേഹം ആവേശം പടരുകയാണ്. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സൗഹൃദ സഖ്യം ഇരുവരും തമ്മിൽ ഉടലെടുത്തിരിക്കുന്നു എന്നത് ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. മദൻ മോഹൻ ജാ അടക്കമുള്ള പഴയ പാർട്ടി നേതാക്കൾ കോൺഗ്രസിനെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കനയ്യകുമാറിന് ഇത്തവണ ബഗുസാരെ മണ്ഡലം കിട്ടിയില്ല എന്നതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ കോൺഗ്രസിൽ ഇല്ല. നിരവധിയായ നേതാക്കൾ കനയ്യകുമാറിനെ പോലെ അതിശക്തമായി തന്നെ യുവത്വത്തിന്റെ പ്രതീകമായി ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇന്ത്യ മുന്നണി എന്നത് ജീവനും ജീവവായുവും ആയി മാറിക്കഴിയുന്ന ഒരു ചരിത്ര നിമിഷം. ഇത് അധികാരത്തിലേക്കുള്ള പോക്ക് തന്നെയല്ലേ എന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ബീഹാറിന്റെ നിരവധി മേഖലകളിലേക്ക് കടന്നുപോയപ്പോൾ ഒറ്റക്കെട്ടായാണ് RJD എന്നോ കോൺഗ്രസ് എന്നോ ഇടതുമുന്നണിയെന്നോ വ്യത്യാസമില്ലാതെ ഏവരും വരവേറ്റത്. ഇത് തന്നെ ബീഹാറിൽ ഒരു പുത്തൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുഭസൂചനയായി